നമസ്കാരം. എൻ്റെ പേര് അജയ്കുമാർ. ഞാനൊരു തട്ടുകടക്കാരനാണ്. എൻ്റെ കൂടെ ഒരു സഹായിയുണ്ട്. എൻ്റെ കൂട്ടുകാരൻ്റെ സഹായത്തോടു കൂടിയാണ് എൻ്റെ കച്ചവടം നന്നായി പോകുന്നത്. കട അടച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഉദ്ദേശം ഒരു രാത്രി 12 മണി ആയി കാണും. കോരിച്ചൊരിയുന്ന മഴയും മുഴക്കവും ഉണ്ടായിരുന്നു. തൊപ്പി കൂടെ എടുത്ത് റെയിൻകോട്ട് ധരിച്ച് സൗജന്യത്തോടു കൂടി സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു വീട്ടിലെത്തിയതും മഴയൊന്ന് ശമിക്കാൻ വേണ്ടി ഒരു വീടിൻ്റെ പന്തലിൽ ചാരി നിന്നു. പെട്ടെന്ന് ആ വീടിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ചിലങ്കയുടെ ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ 2 സ്ത്രീകൾ വീട്ടിൽ നിന്നും സംസാരിക്കുകയും ചെയ്യുന്നത് കണ്ടു. അവർ തമ്മിൽ വഴക്ക് കൂടിയതും ആ സ്ത്രീ മറ്റേ സ്ത്രീയെ ഒരരികിൽ തള്ളി നീക്കിയതും നിർഭാഗ്യമെന്ന് പറയട്ടെ ആ സ്ത്രീ തീയിൽ വീണ് മരിച്ചു. കൂടാതെ ആദ്യത്തെ സ്ത്രീ ഫാനിൽ കെട്ടിത്തൂങ്ങി ജീവിതം ഒടുക്കി. എനിക്ക് ഒച്ച എടുക്കണമെന്നുണ്ട്, പക്ഷേ ഒച്ച പുറത്ത് വരുന്നില്ല. പെട്ടെന്ന് ഞാൻ ബോധരഹിതയായി താഴെ വീണു. കണ്ണു തുറന്നപ്പോൾ ഞാൻ ആശുപത്രിയിലാണ്. സമീപത്തുള്ളവർ ഒത്തുകൂടിയിട്ടുണ്ട്. മഴ പെയ്തപ്പോൾ ഞാൻ കിട്ടിയ ഒരു വീടിൻ്റെ ഷെഡിൽ കയറി നിന്നതാണ്. ഒരമ്മാവൻ എന്നോട് ചോദിച്ചു, നിനക്ക് ആ വീട് മാത്രമേ കിട്ടിയുള്ളൂ? വർഷങ്ങൾക്ക് മുമ്പ് 2 ഇരട്ട സ്ത്രീകളായ ജയന്തി, വാസന്തി എന്നിവർ താമസിച്ചിരുന്നു. അവരുടെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു പോയതാണ്.